guys, welcome to my YouTube channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബാക്കി കാര്യങ്ങൾ എൻ്റെ താത്ത പറയും. ഇത് കുറച്ച് മുന്നെടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. പിണറായി സർക്കാരിൻ്റെ ഒരു 10ാം വർഷത്തിലേക്ക് എന്നുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ സംഭവത്തിൽ ഇങ്ങോട്ട് പോയതൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങോട്ട് ബീച്ചിലേക്കാട്ടോ പോയിൻ്റെത്. പിന്നെ അവിടുന്ന് കേട്ടോ ഞങ്ങളെ വരില്ലേ, ഞങ്ങളല്ല എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടുത്തെ ബോർഡുണ്ട്, ഞങ്ങളും ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. പിന്നെ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ് ഗൈസ്. പറയണ്ട, അത്രക്കും സംഭവമാണ് അവിടെ കാണാൻ. ഫുഡിൻ്റെ ഒക്കെ ലോകം തന്നെയാണ് ഗൈസ്. ഫുഡിൻ്റെതും സമ്മാനങ്ങളൊക്കെ കിട്ടും, നെയിം സ്ലിപ്പൊക്കെ കിട്ടും ഗൈസ്. ഓരോന്നിലൂടെയൊക്കെ കളിക്കാൻ പറ്റും. അതൊക്കെ ഞങ്ങൾ കളിച്ചായിരുന്നു. ഓരോരോ റോബോട്ട്. എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞങ്ങൾ ബീച്ചിൽ പോയിൻ്റെ ഞങ്ങളെ അമ്മാൻ്റെ മക്കളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റോബോട്ട് ഉണ്ട് ഗൈസ്. ഈ ഞങ്ങൾ വീഡിയോ എടുത്തിക്കണോ ഇല്ലയോ എനിക്കറിയില്ല. അതിന്മേൽ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ആൻസർ പറയും ആ റോബോട്ട്. അതിൽ കുറേ സ്പെല്ലിങ്ങും നമ്പറൊക്കെ ഉണ്ടാവും, നിൽക്കണം. ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഓല വീടാണ്. ഇതൊരു പാടം മാതിരി ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഞങ്ങളിങ്ങനെ അവിടെ സൈക്കിളിൻ്റെ അടുത്ത് കണ്ട് അവിടേക്ക് പോയി. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഓല വീടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു ചട്ടി നിർമ്മിക്കുന്നതാണ് കാണിച്ചു തരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ചട്ടി ഉണ്ടാക്കുന്നത് കാണാൻ. ഞങ്ങളതും നോക്കിയുടെ കുറേ നേരം നിന്നിക്കണ്. ഒരു കോല് പോലത്തെ ഒരു സാധനം വെച്ചാണ് അയാളത് ഷേപ്പാക്കി എടുക്കണത്. കുറേ ആൾക്കാരിങ്ങനെ അത് നോക്കിക്കണ്ടേനി. മൊത്തം അയാളൊരു 3-4 ഉണ്ടാക്കി ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങളൊക്കെ തൊട്ട് നോക്കിക്കണ്. ചിലത് ഉണങ്ങിക്കണ്, എല്ലാവർക്കും വല്ലാത്ത തിരക്കാണ് അത് തൊടാൻ. അത് തൊട്ടപ്പോൾ തൊടുമ്പോൾ നല്ലൊരു നല്ല തണുപ്പായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ഉണങ്ങിയതൊക്കെ അവിടെ ഉണ്ട്, 2-3 ഇനി കായിക കേരളം എന്നുള്ള സെക്ഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ സ്പോർട്സിന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സ്കിപ്പ് ആൻഡ് റാപ്പ് ചെയ്ത് നോക്കി ഗൈസ്. അവിടെ എത്ര വള്ളിയാണ്, എനിക്ക് ചാടാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിമൊക്കെ ഇങ്ങനെ എന്താ സാധനം എറിഞ്ഞ് നോക്കി. എന്താ പേരെന്ന് എന്താന്ന് കറക്റ്റ് ഞങ്ങൾക്ക് പേരല്ല. ഒരു പോയിന്റിലേക്ക് ഞങ്ങൾ ഇങ്ങനെ എറിഞ്ഞു നോക്കി. കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ, ഓരോരുത്തർക്കും ഓരോരോ കളറാണ്. അപ്പോൾ ഞാൻ ഒരു വട്ടം ചെയ്തു, ഇപ്പോൾ എൻ്റെ കാക്കയും ചെയ്തു, പിന്നെ എൻ്റെ അമ്മേൻ്റെ മോൻ ചെയ്തു. പക്ഷെ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഒരാളവിലെത്തുന്നില്ല. പിന്നെ ഞാനും ചെയ്തു. പിന്നെ ഒന്നും കൂടി ഇത് എൻ്റെ അമ്മേൻ്റെ വേറെ മോനും ചെയ്തു, അതും റെഡി ആവണില്ല. ആർക്കും കിട്ടിയില്ല അവസാനം, എല്ലാവരും തോറ്റു. ഇതിലാരും ജയിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ എല്ലാവരും അവിടെ ചിലവരുടെ അവിടെ തന്നെ നിൽക്കും, പക്ഷേ വേറെ എവിടെയെങ്കിലും ഏക്കാരം ചിലവരുടെ താഴെ പോകും. ഭയങ്കര രസമായിരുന്നു കേട്ടോ കളിക്കാൻ, ഭയങ്കര രസം. ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ട്രയൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ അമ്പേറ്റ് അയിമക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യണമായിരുന്നു. എല്ലാവരും ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കാക്കാൻ്റെ ജസ്റ്റ് മിസ്സായി പോയിട്ടോ. ഇതിലാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. ആണ്, ഇതിൽ തന്നെ, ഇതിൽ ജസ്റ്റ് ഒരു മിസ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ റെഡി ആയിരുന്നു ഗൈസ്. ഇനി ഞാനാണ് എൻ്റെ എവിടേക്കോ എത്തും ഗൈസ്. കണ്ടോളൂ, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് കിട്ടിയില്ല. പിന്നെ ഗൈസ് ഇനി കുറച്ച് എൻ്റെ അനിയത്തി പറയും ബാക്കി. ഞാനും അതിൽ കൂടെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു.
ഇതാണ് വർക്കൗട്ട് ചെയ്യണേ. ഇങ്ങൂട്ട കഴിച്ച നോക്കി. ഇതിനോട് കരാട്ട കളിക്കണ്ടേ. അവളോട് കളിച്ചു കുത്തിർക്കാണ്. കുട്ടികളിവിടെ കളിക്കാന് നല്ല രസമുണ്ടേനി. ഒരു കുട്ടി ഇങ്ങോട്ട് കളിക്കുന്നത് നോക്കി. എന്തും ഭംഗിയുണ്ട് കാണാൻ. കുറെ നേരം നോക്കി തിന്നു. പിന്നെ വേറെ കുട്ടി ഫുട്ബോള് വിരലിലിട്ട് കറക്കേനി. അങ്ങനെയുള്ള ചെല്ലിലായി. ഇന്ന് താത്ത പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു 3D വരെ എന്തോ ഒരു ഇത് കാണും. നമുക്ക് ഏതെങ്കിലും ഒന്നായിട്ട് ഇട്ടുതരിക. ഇതിൽ എന്താ കാണുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇത് കാണും. എന്താ വെച്ചാൽ എന്താ പറയുക, ഒരു 3D മാതിരി ഇതില്ലേ, ഗോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഗോസ്റ്റ് വരെ ചപ്പും ചോറൊക്കെ ഉള്ള സ്ഥലം ഞാൻ എന്തെങ്കിലും പറയാം, അതാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ എല്ലാവർക്കും ഉണ്ടാവും ഒരു സംശയം, ഞാനെന്താ മാക്സ് ഇട്ടിക്കണെന്നുള്ളത്. സംഭവം ഞാൻ ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയേനി. ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ പരിപാടി ഉണ്ട്, ഈ ബോർഡ് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പിന്നെ ചൂരൽമല ഒരു ഉരുൾപൊട്ടലുണ്ടായെന്ന് കേട്ടില്ലേനിയാ, 2024 ജൂലൈ 30. അന്നത്തെ ഇതാണ്. ഇവിടെ ഒരു ഫോട്ടോ മാതിരി ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ അത് കടലിലെ ഷിപ്പിന് അതൊക്കെ കാര്യങ്ങളാണ്. ഞങ്ങളതൊക്കെ മറന്നുപോയി. ഞങ്ങൾ കുറച്ച് ദിവസം അയക്കണ് പോയിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പലതൊക്കെ മറന്നു വയ്ക്കണത്. ഇത് പിന്നെ ചെടികളും കാറൊക്കെയാണ്. ഷിപ്പും വെള്ളവും അതിൻ്റെ ബാക്കിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. കുറേ പാറകളൊക്കെ ഉണ്ട്. ഇതൊരാൾക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ട് വന്നാൽ CPR എങ്ങനെ കൊടുക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി തരുമായിരുന്നു നമുക്ക്. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നീനി. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് കണ്ടാലും തീരാത്ത ഐഡിയ ഉണ്ട് ഗൈസ്. എത്രക്കുണ്ട് അത്രക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് എത്ര കണ്ടാലും. പിന്നെ ഞങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമായിരുന്നു. അതിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ച ബീച്ചിക്ക് ലാസ്റ്റ് കുറച്ച് നേരം കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ അതിൽ കയറിയോണ്ട് ഞങ്ങൾ ആ ബീച്ച് കളി കുറച്ച് നേരമായിപ്പോയി, സമയം വൈകി. അവിടെ കുറച്ച് കുട്ടികൾ പട്ടൊക്കെ പറപ്പിച്ച്, പിന്നെ അവിടെ ഒട്ടകമൊക്കെ ഉണ്ട്, അതിൻ്റെ മേലെ കയറാം. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൈ പിടിച്ച് ബീച്ചിൽ വെള്ളം തിരമാല എല്ലാവരും കൂടി ചാടി. അന്ന് ഞങ്ങൾക്കൊരു മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു. പിന്നെ ഒരു തിരുമല നല്ല കൈയൊക്കെ വിട്ടാണ്ട് ഓടി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ മറ്റേ സൈക്കിളുണ്ട് എന്ന്, അതാണ് ഇട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. പിന്നെ അവിടെ ജസ്റ്റ് ഒരു റോഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ബൈ.